ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മധ്യപ്രദേശ് സന്ദർശിക്കും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ പദ്ധതിക്കും 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് പരിപാടിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. മധ്യപ്രദേശിനായി 1 കോടി അരിവാൾ കോശ രോഗനിർണയ കൌൺസിലിംഗ് കാർഡും പ്രധാനമന്ത്രി വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിന് നാളെ തുടക്കമാകും. ഈ വർഷത്തെ ക്യാമ്പയിൻ സ്വച്ഛോത്സവ്, ശുചിത്വത്തിന്റെ ഉത്സവമായി ആഘോഷിക്കും. കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാലും CR പാട്ടീലും ന്യൂഡൽഹിയിൽ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. സ്ഥാപനങ്ങളിൽ മികച്ച ശുചിത്വ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തിയാക്കുന്നതിനും ലക്ഷ്യമിട്ട് തൊഴിൽ മന്ത്രാലയം 1 മാസം നീണ്ടുനിൽക്കുന്ന പ്രത്യേക ക്യാമ്പയിൻ 5.0 പ്രഖ്യാപിച്ചു. അടുത്ത മാസം 2 മുതലാണ് ക്യാമ്പയിന് തുടക്കമാവുക. സുതാര്യത, പൌരന്മാർക്ക് പ്രഥമ പരിഗണന, കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുക തുടങ്ങിയവയിലാണ് ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരസ്പരം പ്രയോജനകരമായ വ്യാപാര കരാർ പൂർത്തിയാക്കാൻ ഇന്ത്യയും US-ഉം തമ്മിൽ ധാരണ. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യാപാര പ്രതിനിധി സംഘം ന്യൂഡൽഹിയിൽ വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 595 പോയിന്റ് ഉയർന്ന് 82,381-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 25,239-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ആദായ നികുതി റിട്ടേണുകൾ പിഴയില്ലാതെ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ ഈ മാസം 15 വരെ 7 കോടിയിലധികം ITRകൾ ഫയൽ ചെയ്തതായി ആദായ നികുതി വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ITR ഫയലിംഗ്, നികുതി അടയ്ക്കൽ, മറ്റ് അനുബന്ധ സേവനങ്ങൾ എന്നിവയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് സേവനം സജ്ജമാക്കിയിരുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഹരിദ്വാർ ഡെറാഡൂൺ ദേശീയപാതയിലെ ലാൽ തപ്പർ പ്രദേശത്തിനടുത്തുള്ള പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. രക്ഷാ ദുരിതാശ്വാസ സംഘങ്ങളുടെ പ്രവർത്തനം തുടരുകയാണ്. ഡെറാഡൂണിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 200ഓളം വിദ്യാർത്ഥികളെ SDRF സംഘം രക്ഷപ്പെടുത്തി. ഓസോൺ പാളിക്ക് ഏറെ അപകടകരമായ ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകളുടെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും 67.5% കുറവ് വരുത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ന്യൂഡൽഹിയിൽ 31ാമത് ലോക ഓസോൺ ദിന പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഭവങ്ങളുടെ ശരിയായ വിനിയോഗത്തിൽ ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രാലയ സെക്രട്ടറി തന്മയ് കുമാർ പറഞ്ഞു. ഹോളിവുഡ് നടനും സംവിധായകനുമായ റോബർട്ട് റെഡ്ഫോർഡ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ബുച്ച് കാസിഡി ആൻഡ് ദി സൺ ഡാൻസ് കിഡ്, ദി സ്റ്റിംഗ്, ഓൾ ദി പ്രസിഡന്റ്സ് മെൻ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളിലൂടെ പ്രശസ്തനാണ്. 1980-ൽ ഓർഡിനറി പീപ്പിൾ എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് ഓസ്കാർ നേടിയ അദ്ദേഹത്തിന് 2002-ൽ ഓണററി ലൈഫ് ടൈം അച്ചീവ്മെന്റ് ഓസ്കാർ പുരസ്കാരവും ലഭിച്ചു. മികച്ച പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിരുന്നു റോബർട്ട് റെഡ്ഫോർഡ്. കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനവും സംബന്ധിച്ച വിഷയം ഇന്ന് നിയമസഭ ചർച്ച ചെയ്തു. കോൺഗ്രസിലെ റോജി M. ജോണാണ് വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നതുവരെ MLA-മാരുടെ നിയമസഭാ കവാടത്തിലെ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. തെറ്റു ചെയ്ത പോലീസുകാരെ സംരക്ഷിക്കുന്നത് സർക്കാർ നയമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി അറിയിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ ഫൈബർ റീഫോഴ്സ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഏക 1 വർഷ FRP കോഴ്സാണ് ഇത്. ഈ മാസം 26 അപേക്ഷ നൽകേണ്ട അവസാന തീയതി. 20 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം. വെളിച്ചെണ്ണയുൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. പുതുക്കിയ നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഓണക്കാലത്ത് ഓരോ റേഷൻ കാർഡിനും 20 കിലോഗ്രാം അരി 25 രൂപയ്ക്ക് നൽകിയിരുന്നു. സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി ഇത് തുടരുമെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇന്ന് ദർശനത്തിന് എത്തിയത്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പമ്പയിൽ ഈ മാസം 20 ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3000 പ്രതിനിധികളെ കൂടാതെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സംഘടനകളിലെ പ്രതിനിധികളും പങ്കെടുക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.